അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ, ഒരു ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തൻ്റെ സ്വഹാബത്തിൻ്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹൗലുൽ കൗസറിലെ വെള്ളം ഞാൻ എല്ലാവർക്കും കോരിയാ കൊടുക്കുന്നത്. എല്ലാവരുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ഒരാളുടെ വായിലാണ് കൊടുക്കുന്നത്. ഒരു സ്വഹാബിയുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുക്കും. ഏത് സ്വഹാബിയുടെ വായിലാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബാക്കളൊക്കെ എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ മുമ്പിൽ. ചിലരിങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാവരും വളരെ അത്ഭുതത്തോടെ ആരുടെ വായിലായിരിക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് നോക്കി. ആ അവസരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ആരുടെ വായിലാ ഹൗലുൽ കൗസർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നറിയുമോ? മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വായിൽ മാത്രമേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗലുൽ കൗസർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വായിൽ മാത്രം ഹൗലുൽ കൗസർ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണമെന്താ? മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുഭൂമിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിൻ്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ഉത്തുബത്തും ഷൈബത്തും. മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് നെഞ്ചത്ത് പാറയെടുത്തു വെച്ച് ചാട്ടവാറ് കൊണ്ടടിച്ച് ഉപദ്രവിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ സഹായിക്കണേ നബിയെ, എന്നെ രക്ഷിക്കണേ നബിയെ. ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടുച്ച സമയത്ത് ളുഹർ നിസ്കാരം കഴിഞ്ഞ് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ആ വെയിലത്ത് മരുഭൂമിയിൽ കടന്ന് തൻ്റെ യജമാനനോട് വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. എനിക്കല്പം വെള്ളം തരണേ എന്ന് പറഞ്ഞ് യാചിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുമ്പോൾ അതാ ഉത്തുബത്ത് കടന്നു പോവുകയാണ്. തൻ്റെ യജമാനൻ കടന്ന് ഒട്ടകത്തിൻ്റെ മൂത്രമെടുക്കുകയാണ്. അതെടുത്തുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നോക്കുമ്പോൾ വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. ഒട്ടകത്തിൻ്റെ മൂത്രമെടുത്തു കൊണ്ടുവന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വായിലേക്കെടുത്ത് ഒഴിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വായിലേക്ക് തൻ്റെ കൈ വെക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ബിലാലെ, ക്ഷമിക്കൂ ബിലാലെ, നീ ഇതൊന്ന് കുടിക്കൂ ബിലാലെ. നാളെ ഹൗലുൽ കൗസറിൻ്റെ വെള്ളം എല്ലാവരുടെയും കയ്യിൽ എടുത്തു കൊടുക്കുമ്പോൾ, ഓ ബിലാലെ, ഇന്ന് നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിന്റെ വായിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു തരാം, അതായത് ഹൗലുൽ കൗസർ വെള്ളം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇത് പറയുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ ഒട്ടകത്തിൻ്റെ മൂത്രം അങ്ങോട്ട് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായാൽ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഒന്നാമത്തെ വിഭാഗത്തിൽ നിനക്ക് പങ്കെടുക്കാൻ കഴിയും, നിനക്ക് ചേരാൻ കഴിയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ, എല്ലാവരും പാതിരാത്രിയിൽ അവരുടെ വീടിനകത്ത് കിടന്ന് സുഖിച്ചുറങ്ങുകയാണ്.
എല്ലാവരും പാതിരാത്രിയുടെ നിശബ്ദതയിൽ കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്കാണ് അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. നാം ഒക്കെ റമളാൻ മാസത്തിൽ തഹജ്ജുദ് നിസ്കരിക്കും. പക്ഷേ ആ മാസം കഴിയുമ്പോൾ നിസ്കരിക്കാൻ മടി കാണിക്കും. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവൻ ഒരു അവസരത്തിൽ പറഞ്ഞു, നബിയേ, എനിക്ക് ഭൂമിയിൽ ദുനിയാവിൽ കുറേ ആൾക്കാരുണ്ട്, ചില അടിമകളുണ്ട്. അവർ എന്നെ ഇഷ്ടപ്പെടുന്നു. അവരെന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അതിനേക്കാൾ അവൻ എൻ്റെ മുമ്പിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവനെ ഓർക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയെ. ഇങ്ങനെ ചില അടിമകളുണ്ട്. അവരാരാണെന്നറിയുമോ? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവരാരാ, ഒന്ന് പറഞ്ഞു തരൂ. അള്ളാഹു പറഞ്ഞു കൊടുത്തില്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അള്ളാഹുവേ, അവരെ ഒരു അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരുവോ? നീ സ്നേഹിക്കുന്ന ആ വിശിഷ്ട വ്യക്തികൾക്കുള്ള അടയാളമെങ്കിലും പറഞ്ഞു താ പടച്ചവനെ. പടച്ചവൻ പറഞ്ഞു, അവർക്ക് 3 അടയാളമാണ് ഉള്ളത്. ഒന്ന്, പാതിരാ നിശബ്ദതയിൽ സുഖിച്ച് കടന്നുറങ്ങുമ്പോൾ 1-ാം ആകാശത്തിൽ വന്നിട്ട് ഭൂമിയിലേക്ക് ഞാൻ നോക്കും. ആ അവസരത്തിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് നബിയെ. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അവരെ അള്ളാഹു സ്നേഹിക്കുന്നതിൻ്റെ 1-ാമത്തെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ചെറിയൊരു ചരിത്രം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.